അങ്ങനെ എനിക്കൊരു ദിവസം നടക്കണമെന്ന് പറയാം. കാരണം ഞാനിങ്ങനെ ആ, വീടിൻ്റെ പുറകിലൂടെയാണ് ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ടാവും. പക്ഷെ നല്ല ഓഫ് റോഡാണ്, നല്ല റോഡല്ല, ആക്ച്വലി ഓഫ് റോഡ് ടൈപ്പാണ്. അവിടെ ഇവൻ്റെ സൈക്കിളും കൊണ്ട് അവന് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് യാത്രയായി. പക്ഷെ നല്ല രസമായിരുന്നു, നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല വെയിലില്ലായിരുന്നു, പക്ഷെ ഒരു തണുത്ത ക്ലൈമറ്റായിരുന്നു. ഇവൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എമി അത്രയും സൈക്കിളും തള്ളിക്കൊണ്ട് അവിടെ വരെ എത്തുമെന്ന്. ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും അവന് വേണ്ട. അത്രയും ഇഷ്ടമായിരുന്നു അവന്. ഒരു നല്ലൊരു ഇതായിരുന്നു. പിന്നെ ആ പോകുന്ന വഴിയിലൊക്കെ ആണെങ്കിലെല്ലാം ഏലം കാടുകളും അങ്ങനെയൊക്കെയാണ്, നല്ല ഒരിതാണ്. കുറേ നടന്നു ഇവൻ. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷയാണെങ്കിൽ ഒരു കുറേ ഇവന് വെള്ളത്തിലൂടെയും അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലാണ് ഞങ്ങൾ പോയത്. വെള്ളത്തിൽ കൂടെയൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്കൊരു കുളമുണ്ട്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോഴും പോകുന്ന റൂട്ട് തന്നെയാണിത്. എപ്പോഴേലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴത്തേക്ക് എല്ലാവരും ടൗണുകളിലേക്കും ഒക്കെ ആയിരിക്കും, ടൗൺ ലൈഫ് ആയിരിക്കും എൻജോയ് ചെയ്യുന്നത്. പക്ഷെ നമ്മളാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് പോകും. പോകുന്ന വഴിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ കാണും, അതൊക്കെ ജസ്റ്റ് ക്യാമറയിൽ പകർത്തും. ഇതതുപോലെ തന്നെ ചെറിയ പ്രാണികളാണ്. എന്തോ ഒരു കളറുള്ള, ചില സീസണിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഇതൊക്കെ. ഇതൊക്കെ ഏലത്തിനുള്ളിലാണ് കൂടുതലായിട്ട്, ഏലക്കാടുകൾക്കുള്ളിൽ ഇത് ഇഷ്ടം പോലെ കാണാറുണ്ട്. പിന്നെ അങ്ങനെ പോകുമ്പോഴത്തേക്ക് കാണുന്നതാണ് ഇതിനൊക്കെ. പിന്നെ അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ യാത്രയായി നെക്സ്റ്റ് എപ്പോഴും പോകുമ്പോഴത്തേക്ക് നിൽക്കുന്നൊരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിൻ്റെ അവിടുത്തെ ആ ഒരു ചുറ്റുപാടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവനെ എപ്പോഴും കൊണ്ടുപോകാറുള്ളതാണ്. പിന്നെ സൈഡിലൊക്കെ കുളങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ടത്തേക്കൊന്നും ഇവനെ കൊണ്ടുപോകാറില്ല. പിന്നെ ഇവന് ജസ്റ്റ് വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോഴത്തേക്ക് അവിടെയൊക്കെ കൊണ്ടുപോകുന്നതാണ്. ആ ഒരു സ്ഥലമാണെങ്കിൽ നല്ല പച്ചപ്പാണ്. നേരത്തെ ഇതിലും നല്ല ഭംഗിയായിരുന്നു ഇവിടെയൊക്കെ. ഇഷ്ടംപോലെ റോസാപ്പൂവിൻ്റെ ഒക്കെ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. തോട്ടമുണ്ടെങ്കിൽ ആ ഒരു എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിൽ അവർ അതെല്ലാം ഒന്ന് നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷേ ഈ കയറി പോകുന്നത് ആ ഒരു എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ഒരു പഴയ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു എസ്റ്റേറ്റാണ്. പക്ഷേ അവിടുത്തെ ആളുകൾക്കൊക്കെ നമുക്കറിയാം, പക്ഷെ അവിടെ നിന്ന് ആരും കാണുകയില്ല. ആക്ച്വലി ഇതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴും വരുമ്പോഴത്തേക്ക് അങ്ങനെ പോകുന്നതാണ്. ഇതാണെങ്കിൽ അവിടുത്തെ ഒരു കള്ളിമുള്ളിച്ചെടിയാണ്, ഒരുപാട് വർഷമായിട്ടുള്ളതാണ് ഇതും. അങ്ങനെ പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങാണ്, ഇതാണ് ആ ഒരു എസ്റ്റേറ്റ്. കണ്ട ഒരു പ്രേതാലയ ലുക്കാണ്, പക്ഷെ ആണെങ്കിൽ പോലും നല്ല രസമാണ് ഇതിൻ്റെ ചുറ്റും ഇവിടെയൊക്കെ വരുന്നതൊക്കെ. ഇവിടങ്ങളിലെ മരങ്ങളും ഒക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ഓറഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഓറഞ്ചൊന്നുമില്ല. പക്ഷെ ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ചെറിയ മരങ്ങളിലെ ഇതൊക്കെ ഇല്ലേ, പേരക്കയും അതൊക്കെ ഞങ്ങൾ അവിടെ പോയി പറിക്കാറുണ്ട്. ഓറഞ്ച് മരങ്ങൾ എന്നാലും ഉള്ളിലുണ്ട്. ഇത് എന്തോ ഒരു ചെടിയുടെ ഒരു ചുവന്ന കായാണ്. ഇവനെന്തോ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവൻ നോക്കിയതാണിത്. പക്ഷെ ഈ ചെടിയിലാണ് ഈ കായ. അങ്ങനെ പിന്നെ കുറച്ച് സമയം ക്ലൈമറ്റ് കുറച്ചൊരു മഴ വരുന്ന രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു കുറച്ച് പേരയ്ക്ക ഉണ്ടായിരുന്നു. ഇവൻ അത്രയും അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് തള്ളിക്കൊണ്ട് വന്നതല്ലേ, അത് കാരണം ഇവനൊരു പേരയ്ക്ക കിട്ടി. അത് പിന്നെ പറിച്ചു കൊടുത്താൽ കുറേ നേരം ഇരുന്ന് ഇവൻ തീറ്റിയായിരുന്നു ഇവന്. നല്ല രസമായിരുന്നു. ഇതായിരുന്നു ആ പേര, അതേ ആ നിൽക്കുന്നില്ലേ, ഇതാണ് ആ പേര. അതിൽ ഞാനതിൽ കയറി പറിച്ചു കൊടുത്തതാണ്. പക്ഷെ നല്ല ഇതാണ്. ആണെങ്കിൽ ഇവിടെ ഒരു നാച്ചുറലായിട്ട് കിട്ടുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും എന്താണ് പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ ഇതേണ്ട ആ കാണുന്ന ഇതൊക്കെയാണ് ആ ഒരു എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഒന്നും ആരും ഉണ്ടാവുകയില്ല. ഇവിടേക്ക് ആരെങ്കിലും ഒരാൾ വല്ലതും ഉണ്ടാവും, ആ എസ്റ്റേറ്റ് മുഴുവനും നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് നടത്തിപ്പുകാരായിട്ടൊക്കെ വല്ലതും അങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ കഴിഞ്ഞപ്പോൾ നല്ല മഴയായി. ആ മഴയ്ക്കുള്ളിൽ ഞങ്ങൾ രണ്ടും പെട്ടു. എന്നാണെങ്കിലും ഞങ്ങൾ ആക്ച്വലി തിരിച്ച് പെട്ടെന്ന് പോകണമെന്നുള്ള പ്ലാനിൽ വന്നതാണ്. പക്ഷേ മഴയിൽ പെട്ട് ഇവനും പിന്നെ അവിടെ പോസ്റ്റ് ആയെങ്കിൽ പോലും അവന് ഇഷ്ടമാണ്. എന്നാണെങ്കിൽ കുറേ കൂടെ സമയം അവന് സ്പെൻഡ് ചെയ്യണം, അവന് തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നൊന്നുമില്ല, അവന് കളിക്കണം, അങ്ങനത്തെ ഇതാണ്. പിന്നെ വന്നപ്പോഴാണ് അവനൊരു കൂട്ടായിട്ടൊരു പട്ടിക്കുട്ടനെ കിട്ടി. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറേ നേരം ഇവൻ ഉണ്ടായിരുന്നു, കുറേ നേരം കളിക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് സമയം. പക്ഷെ നല്ലതായിരുന്നു. നല്ല സാധാരണ ഇങ്ങനെ മഴ പെയ്യുമ്പോഴത്തേക്ക് നല്ലപോലെ കോട ഇറങ്ങാറുണ്ട്, പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമയത്ത് ഞങ്ങൾ മഴ കുറയുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഏകദേശം എനിക്കൊരു 1.5 മണിക്കൂറോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അത്രയും
നല്ലൊരു ഇതാണ്. ചില ടൈമിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ നല്ല മഞ്ഞായിരിക്കും. പക്ഷേ ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ എപ്പോഴും വരുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഒരു പ്രത്യേക ഒരു രസമാണ്. പണ്ടൊക്കെ ഓറഞ്ച് ഉണ്ടായിരുന്നു, പിന്നെ ഇതില്ലേ നമ്മുടെ മുസമ്പിയില്ലേ, മുസമ്പി, ഞാവൽപ്പഴം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു എന്താണ് പറയുന്നത്, ഒരു ടൗൺ ലൈഫ് അല്ലാതെ ഇത് കുറച്ച് ഒത്തിരി നല്ലതായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് പണ്ട്. ഇത്രയും ഭംഗിയാണ്. പിന്നെ ഇവൻ കുറേ സമയം ഇരുന്ന് കളിച്ചു. ഞങ്ങൾ അവസാനം തിരിച്ചു അവിടെ നിന്ന്